മുഹമ്മദ് ഷാ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ൽ തിരികെ എത്തിക്കുന്നതിൽ ലീഗിന്റെ റോൾ എന്താണ്? നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ കാണുന്ന ഒരു 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 എൻ്റെ ഒരു അസംഷൻ എന്താണ്, ഐക്യജനാധിപത്യ മുന്നണി നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ എക്സിസ്റ്റിംഗ് പൊസിഷനിലുള്ള കോalitionന് ഒരു വലിയ വിജയമാണ് ഇപ്പോൾ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായിട്ടും ഉണ്ടായിരിക്കുന്നത്. ആ വിജയം 2026 ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കിട്ടുന്ന ചില ഇൻപുട്സാണ് നിങ്ങൾ വാർത്തകളായി നമുക്ക് ചാനലുകളിലൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം ആ വാർത്ത ഇന്നിപ്പോൾ ജോസ് കെ മാണി നിഷേധിച്ചിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് LDF-ൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ ഇൻപുട്സും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പലതും പല സോഴ്സസും നിങ്ങൾക്കുണ്ടാകും, ഇൻഫർമേഷൻസ് ഉണ്ടാകും. ആ ഇൻഫർമേഷൻസിന് പുറത്തൊക്കെ വരുന്ന LDF-ൽ നിന്നൊരു ശിഥിലമാകുന്നു എന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒറിജിനലി സംഭവിക്കാൻ പോകുന്നത്? ശരിയായ രീതിയിൽ UDF-മായി ഏതെങ്കിലും കക്ഷികൾ, LDF-ലുള്ള ഏതെങ്കിലും കക്ഷികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ചെയ്യപ്പെട്ടാൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് അവസരമുണ്ട് അവർക്കെല്ലാവർക്കും. കാരണം ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒറിജിനൽ വാർത്തയായിട്ട് പുറത്തു വരത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ വാതിൽ തുറന്നിട്ട് വിളിക്കാൻ പോകാതിരിക്കുന്ന രീതി എങ്ങനെയാണ് മുന്നണി വിപുലീകരിക്കാനാവുക? വെറുതെ വാതിൽ തുറന്നിട്ടൊരു കാര്യമുണ്ടോ? അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയി ആരെയും വിളിച്ചുകൊണ്ട് വരുന്ന പദ്ധതിയൊന്നും അല്ല ഈ പറഞ്ഞത്. അതായത് ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പിണറായി വിജയൻ്റെ ഒറ്റയാൾ ഏകാധിപത്യപരമായ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞ നിലയ്ക്ക് ഘടകകക്ഷികളായാലും മന്ത്രിമാരായാലും കൂട്ടത്തിലുള്ള MLA-മാരായാലും അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും, ഇപ്പോൾ കേരള കോൺഗ്രസ് തന്നെ നമുക്കിപ്പോൾ എടുക്കാം. കേരള കോൺഗ്രസ് UDF-ലുണ്ടായിരുന്നപ്പോൾ അവർ എത്രത്തോളം അവരുടെ അഭിപ്രായങ്ങൾ വിലമതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരള കോൺഗ്രസിനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കക്ഷികൾ, ഏത് കക്ഷിയുമാകട്ടെ, UDF-ലുണ്ടായിരുന്നപ്പോൾ അവർക്കൊരു സേ ഉണ്ട്. എപ്പോഴും UDF-ലെ ഘടകകക്ഷികൾ എപ്പോഴും അന്യോന്യം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. മറ്റേത് അങ്ങനെയല്ല. തീരുമാനമല്ല ഒരിടത്തു നിന്നാണ്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കുക, അതിങ്ങനെ സഹിക്കവയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങളും അത് തള്ളി, ജനങ്ങളും അതിനെ റിജക്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ റിജക്റ്റ് ചെയ്തു. പിന്നെ UDF എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് പോകുന്ന, എല്ലാ വിശ്വാസികളും എല്ലാ രാഷ്ട്രീയധാരകളും നിൽക്കുന്ന ആളുകളും ചേരാവുന്നവരെല്ലാം ഒന്നിച്ചു പോകുന്ന, സ്പർദ്ധകളില്ലാതെ പോകാവുന്ന, ഞാൻ പറഞ്ഞത് മതപരമായ ജാതിപരമായ സ്പർദ്ധകളില്ലാതെ മുന്നോട്ട് പോകുന്ന കാലത്തിൽ UDF-ന് വിജയമുണ്ടാകും. അങ്ങനെ ഒരു കാലമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വേണം നമ്മൾ പറയാൻ. വല്ലാത്ത വിരുദ്ധമായ അല്ലെങ്കിൽ വൈരാഗ്യം ജനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സൈഡിൽ മുഖ്യമന്ത്രി തന്നെ മുന്നിട്ട് വന്ന് നിൽക്കുമ്പോഴും പൊതുസമൂഹം അതെല്ലാം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, അവരെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊന്നും അവരെ ബാധിച്ചതായി അവരുടെ മുൻ പ്രതികരണങ്ങളൊന്നും കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ RJD-യുടെ പ്രതികരണം വന്നതുപോലെയൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ചർച്ചകൾ നടത്തുന്ന കോൾസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം ഇതിനകം ജോസ് കെ മാണി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കക്ഷിയാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുന്നതിനിടയ്ക്കാണ് മാണി സി കാപ്പനും ഈ പാല വിട്ടുകൊടുക്കില്ല എന്ന പ്രതികരണം. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെയും ചെന്നിത്തലയെയും VD സതീശനും അത് അറിയിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം ഇന്നിപ്പോൾ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിരിക്കുന്നു മാണി സി കാപ്പൻ. അപ്പോൾ തീർത്തു പറഞ്ഞു ഈ തീരുമാനം എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു വിലങ്ങ് തടിയല്ലേ? UDF നേതാക്കൾ ഔദ്യോഗികമായി ഒരു ചർച്ച നടത്തിയാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് ഒരു കാര്യം അഭിപ്രായം ചോദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കും കേരള കോൺഗ്രസിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ RJD-യിലെ സുഹൃത്തുക്കളുണ്ടാകും, CPI-യിലെ സുഹൃത്തുക്കളുണ്ടാകും. ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നു എന്നത് UDF-ലേക്ക് എടുത്തു എന്നല്ല അതിനർത്ഥം. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സപ്പോസ് പക്ഷേ UDF-ന് ഔദ്യോഗികതയുണ്ട്. ഔദ്യോഗികമായി ഒരാളോട് ചർച്ച ചെയ്യാനൊരു തീരുമാനം എടുത്താൽ ആ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ അവർ ഔദ്യോഗികമായി ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം എടുക്കണോ വേണ്ട, ഇനി എടുക്കാൻ തീരുമാനിച്ചു തന്നെ ഇരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പൂർത്തീകരിക്കണ്ടേ, അങ്ങനെ ചർച്ച ചെയ്തു തീരുമാനിക്കണമെങ്കിൽ പോലും. അത് UDF-ൻ്റെ സ്റ്റേറ്റ് നേതൃത്വത്തിനല്ലേ സാധിക്കുകയുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം അത് ഓരോ കൂട്ടം ആളുകളുടെ
അതിൻ്റെ ഒരു ആഗ്രഹങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ആലോചനകളായിട്ടേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് സ്മൃതി മനസ്സിലാക്കണം, ഇത് ഇടതുപക്ഷത്ത് നിന്ന് ഇനി യാതൊരുവിധ നീതിയും ലഭിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾ വ്യക്തികളായിട്ടുണ്ട്, അതുപോലെ തന്നെ പാർട്ടികളായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ് നടക്കുക. അതുകൊണ്ടാണ് വലിയ ഓഫറുകളൊക്കെ പെട്ടെന്ന് കൊടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തേണ്ടി വരികയാണ്. കാരണം ഇത് ഏകാധിപത്യമാണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രമല്ല, വല്ലാത്ത ഒരു ധ്രുവീകരണ രാഷ്ട്രീയവും പറയുന്ന എല്ലാവരും അത് ടോളറേറ്റ് ചെയ്യുന്നില്ല. പാർട്ടി നേതാക്കളും പ്രത്യേകിച്ച് പാർട്ടി അണികളും ഒക്കെ അതിനോടൊന്നും താല്പര്യമില്ല. അത് അവർ നേരിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, എറണാകുളം, പിന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെയൊക്കെ റിസൾട്ട് എന്താ? ഈവൻ കണ്ണൂർ ജില്ലയിൽ പോലും ഞെട്ടിപ്പോകുന്ന റിസൾട്ടുകളാണ് വരുന്നത്. നിങ്ങളൊന്നും അങ്ങനൊന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചാലൊന്നും ഞങ്ങൾ അതിനോട് നിൽക്കില്ല എന്ന് ജനങ്ങൾ പറയുകയാണ്. ഇപ്പം ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ ജനകീയമായ അവരുടെ ഒരു ഇൻഫർമേഷൻ നേതൃത്വത്തിന് കിട്ടുമ്പോൾ നേതൃത്വം ചിന്തിക്കും, ജനസമൂഹം അതിനൊന്നും കൂട്ടുനിൽക്കില്ല, ഇത്തരം പ്രവർത്തികളോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല. ഈ മുന്നണിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മുന്നണിയിലെ വ്യക്തികളും പാർട്ടികളുമൊക്കെ പലപ്പോഴും റീത്തിക്ക് ചെയ്യാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഫാക്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.